മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മാനസിക ആരോഗ്യമുള്ള കുട്ടികളെ പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കൾ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് എടുത്തു പറയുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നാൽ നല്ല കുഞ്ഞിനെ കിട്ടും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ ഈ അവസരത്തിൽ ആലുവായിൽ നിന്നും ഒരു കൗൺസിലിങ്ങിന് വന്ന ദമ്പതികളെ ഓർക്കുകയാണ്. അവർക്ക് ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ പോകുന്ന അവസരത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയെ ഒന്ന് കാണണം, ആഹാ നല്ല പളപളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ തന്നെ വിവരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത തവണ വരുമ്പം ആ കൊച്ചുങ്ങളെ കൂടെ ഇങ്ങ് കൊണ്ടുവരും, രണ്ടാമത്തെ കുട്ടി തന്നെ പളപളല്ലേ ചോദിച്ചു. അതത്ര ശരിയല്ലെന്ന് പറഞ്ഞു. പിറ്റേ തവണ വന്നപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ കൗൺസിലിങ്ങിലൂടെ പിടികിട്ടി. ഒരാളെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, മറ്റേത് പെട്ടുപോയി, അബദ്ധത്തിലായിപ്പോയി, അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു വരുന്നത്, നല്ല കുഞ്ഞുങ്ങൾ ലഭിക്കുവാൻ കാത്തിരിക്കണം. രണ്ടാമത്, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഉണ്ടാകുന്ന കുഞ്ഞിന് മാനസിക തകർച്ച ഉണ്ടാകും. ഒരു ആണിനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു പെണ്ണ് വരിക, പെണ്ണിനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ആണ് വരിക, ഇതൊക്കെ തകർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. എൻ്റെ അടുത്തൊരിക്കലും വന്ന ഒരാൾ പറഞ്ഞു, വെച്ചാൽ 4 ആൺപിള്ളേരാ, ഒരു പെങ്കൊച്ചിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ ഇയാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ മഠത്തിൽ ചെന്നപ്പോൾ അമ്മമാർ പറഞ്ഞു, അച്ഛാ ഇയാൾ വന്നിരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഇത് ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ ഞാൻ ഉടനെ തിരിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ശരി, പ്രതീക്ഷയൊക്കെ നല്ലത് തന്നെ, തമ്പുരാൻ കർത്താവ് തരുന്നയാളിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക, അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിച്ച വ്യക്തികളെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അത്ര നല്ലവരാവുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അൺവാണ്ടഡ് ചൈൽഡ്, പിഴച്ച് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അമ്മയുടെ കുറ്റബോധം, വെറുപ്പ്, തിരസ്കരണം എല്ലാം ബാധിക്കുന്നതാണ്. അനാഥശാലയിലെ കുട്ടിയുടെ കാര്യം അച്ഛൻ പറയാറുണ്ട്. അവിടെയുള്ള പശുവിൻ്റെ പാല് ഇവൻ അതിരാവിലെ എഴുന്നേറ്റ് പോയി കറന്ന് കളയും, ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറയുമായിരുന്നു, അവനെ എനിക്ക് വരാന്തയിൽ കിടന്ന് കിട്ടിയതാണ്, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു വരികയാണ്. അതുകൊണ്ട് അവൻ എല്ലാവരോടും വെറുപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഗർഭിണികൾ ദൈവിക ചിന്തയിൽ ഈ സമയം വ്യാപരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ മനോഭാവങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 119:11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വചനം സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ പരിരക്ഷിക്കണം. അത് കുറേ കഴിഞ്ഞിട്ട് കൊടുക്കാം എന്ന് വിചാരിക്കരുത് എന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ചിന്തകൾ പുലർത്തി ഭക്താനുഷ്ഠാനങ്ങൾ, ഇന്ന് ഒത്തിരി ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്നും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയല്ല. നമ്മുടെ സാധാരണഗതിയിലുള്ള ജപമാല ചൊല്ലുന്നതും അതുപോലെ നൊവേന ചൊല്ലുന്നത് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഈ അവസരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. അതിലൂടെ അവർ ദൈവോന്മുഖമായി വളരാനായിട്ട് ഇടയാകും എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കത്താരുടേതാണ്? ഇത് ആദ്യത്തെ കത്ത് എലിക്കുളത്ത് നിന്നും റോണി എന്നയാൾ എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ മകൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവന് യാതൊരു ദൈവഭയവുമില്ല. ഇൻ്റർനെറ്റിനു അവൻ അടിമയാണ്. എപ്പോഴും നെറ്റിലാണ്. പള്ളിയിൽ പോക്ക് തീരെയില്ല. അവൻ്റെ ഈ ദുഷിച്ച മാർഗങ്ങളിൽ നിന്നും പിന്തിരിയുവാനും അവനൊരു മാനസാന്തരം ഉണ്ടാകുവാനുമായി അച്ഛൻ പ്രാർത്ഥിക്കണമേ.
അവൻ ഈ ദുഷിച്ച ചിന്തകളിലാണ് എപ്പോഴും ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനവുമില്ല. ഈ പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാമോ? ശാലോം ടി വിയിലൂടെ മറുപടി തന്നാൽ മതി. കാരണം എന്നെപ്പോലെ വിഷമിക്കുന്ന പല പിതാക്കന്മാരും കാണുമല്ലോ. തീർച്ചയായിട്ടും റോണിയെ മനസ്സിലാക്കുന്നു. മകൻ്റെ ദുഷിച്ച മാർഗങ്ങളെ തിരിച്ചറിഞ്ഞ് നന്മ വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എഫേസൂസ് 6:4 പറയുന്നത് പോലെ അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എല്ലാ മാതാപിതാക്കളോടുമുള്ള കർത്താവിൻ്റെ ഒരു കൽപ്പനയാണത്. കുഞ്ഞുങ്ങൾ അടിക്കുന്ന വഴിക്ക് പോയില്ലേ, പോകുന്ന വഴിക്ക് അടിച്ചാൽ പോരാ. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. റോണി ആകുലപ്പെടാതെ നന്നായി മകനായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളെയും മാറ്റാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈശോയെ നിൻ്റെ അമൂല്യമായ തിരുരക്തം ഈ മകൻ്റെ മേൽ തളിക്കണമേ, അവൻ്റെ ബന്ധങ്ങൾ അവനെ വിമുക്തമാക്കണമേ എന്ന് ലളിതമായ വാക്കുകൾ പ്രാർത്ഥിച്ചാൽ മതിയാകും. ദൈവം അത് സാധിച്ചു തരും എന്നുള്ള സംശയമില്ല. ഇൻ്റർനെറ്റിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർനെറ്റ് ഇവൻ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ആ ഉപകരണത്തെ തന്നെ ഈശോയുടെ തിരുരക്തത്താൽ തളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും നന്മയാണ്. ഒത്തിരി യുവാക്കൾ ഈ അടിമത്തത്തിലുണ്ട് എന്നുള്ളത് അച്ഛനറിയാവുന്നൊരു കാര്യമാണ്. ചില മാതാപിതാക്കൾ അത് തിരിച്ചറിയുന്നു, മറ്റു ചില മാതാപിതാക്കൾ അത് തിരിച്ചറിയുന്നില്ല. അങ്ങനെയും ഒരു ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. റോണി ഏതായാലും അത്ര ജാഗരൂകത പുലർത്തുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതേക്കുറിച്ച് വളരെ ബോധവാനാണ്. അതുകൊണ്ടാണല്ലോ ഈ കത്തെഴുതിയത്. അസ്വസ്ഥപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും എന്നാണ് അച്ഛൻ പറയാനുള്ളത്. മകനെ തന്നത് ദൈവമാണ്. മകനെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തോട് തന്നെ ബന്ധം വേണം. ദൈവം തന്ന ദാനമാണ്. ആ ദാനത്തെ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തോട് തന്നെ ബന്ധപ്പെടുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം അത് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഭാഷിതം 22:6 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആ വഴി പരിശീലിപ്പിക്കണം. അപ്പോൾ പിന്നീട് എത്ര വയസ്സായാലും അതിന് പിന്തിരിയുകയില്ല. അതിനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രതികൂലമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. ചെറുപ്പകാലത്ത് റോണി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുക. കാരണം ഇപ്പോൾ ഇതേപ്പറ്റി ബോധവാനായി ഒരു കത്തെഴുതണമെങ്കിൽ റോണി വളരെ സിൻസിയറായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നന്നായിട്ട് അത് ഒരുങ്ങണം. നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനായിട്ട് പ്രേരിപ്പിക്കും. ഇപ്പോൾ ഉടനെ പറയരുത്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പ്രിപ്പറേഷൻ നടന്നിട്ട് ഈശോയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച് കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിൽ ഇതിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി പറയുക. അപ്പോൾ മാറ്റം ഉണ്ടാകും. അവനതിന് തയ്യാറാവുകയും ചെയ്യും. ഇനി കൗൺസിലിങ്ങിന് പോകുമ്പം 2 പേരും കൂടെ പോകണം. റോണിയും കൂടെ പോകണം. റോണിയും മകനും കൂടെ ഒരുമിച്ച് പോവുക. ചിലപ്പോൾ കൗൺസിലർക്ക് പല കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടാകും, കാര്യങ്ങൾ തിരക്കാനുണ്ടാകും, തിരുത്തലുകൾ തരാനുണ്ടാകും. എന്തോ ആയിക്കോട്ടെ, അത് സ്വീകരിക്കുക. അങ്ങനെ ഒരുങ്ങി അതിന് ശേഷം ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയുകയാണ്, ഒരു നല്ല യുവജന ധ്യാനത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. അതിലൂടെ അവൻ മാറും. ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ് മാറ്റമുണ്ടാകുമെന്ന്. ഇതേക്കുറിച്ച് എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? ഇൻ്റർനെറ്റ് സൗകര്യം സ്വകാര്യ മുറികളിലൊക്കെ വെച്ച് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. എല്ലാവരും കയറുന്ന മുറികളിലൊക്കെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക. പിന്നെ പറഞ്ഞതുപോലെ ഈ ഉപകരണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇൻ്റർനെറ്റിലൂടെ ഇവൻ്റെ ദുഷിച്ച സ്വഭാവത്തിന് ഇടയാകുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. ഇവൻ വരുന്ന സമയം പിന്നെ അപ്പൻ്റെ ജോലികളിലൊക്കെ ഇവനെ കൂടെ ഉൾപ്പെടുത്തുക. എപ്പോഴും നമ്മൾ ഒരു ജോലിയിൽ വ്യാപൃതരായിരുന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെടാതിരിക്കാൻ പറ്റും. നമ്മൾ അപ്പൻ്റെ ജോലികളുടെ കൂട്ടത്തിൽ ഇവനെ കൂടെ ഉൾപ്പെടുത്തി
എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കുകയും പിന്നെ സദാസമയവും ജോലികളിൽ വ്യാപൃതനാകാൻ പരിശ്രമിക്കുകയും ചെയ്താൽ കുറേയൊക്കെ ഈ ഇൻ്റർനെറ്റിൽ സൗകര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അവന് നമ്മൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ ഇതിനകത്തോട്ട് പോകുന്നത്. ഒന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പറയുക, പഠിക്കാൻ ഇല്ലാത്ത സമയമാണെങ്കിൽ അപ്പൻ്റെ കൂട്ടത്തിൽ കൂട്ടുക, പിന്നെ പ്രാർത്ഥിക്കുക, അവനെയും കൂട്ടി പ്രാർത്ഥിക്കാനിരിക്കുക, പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുക. അപ്പനും മകനും കൂടി പള്ളിയിൽ പോകട്ടെ, മാതാപിതാക്കളും മക്കളും കൂടെ പള്ളിയിൽ പോകുന്നതാണ് കൂടുതൽ നല്ലത്. അവരുമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഈ മക്കൾക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം അങ്ങനെയും കൂടെ പരിശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് അമ്മയും വേറെ ഉള്ള സഹോദരങ്ങളെയൊന്നും പറയുന്നില്ല. പിന്നെ പിന്നെ ഏതെങ്കിലും ഒരു ധ്യാനം കൂടുകയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വിടുകയോ ഒക്കെ ചെയ്യുക. അത് കൂട്ടത്തിൽ പിതാവും പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ പ്രത്യേകം ഇവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അതേ രക്തം തന്നെ ഇവനിലേക്ക് ഒഴുകിയിറങ്ങാനും ഇവനിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകുവാനും ആ തിരുരക്തത്തിനും എല്ലാം സാധിക്കും. സകല രോഗങ്ങൾക്കും സകല പാപങ്ങൾക്കും എല്ലാം പരിഹാരമാണല്ലോ ഈശോയുടെ രക്തം. അപ്പം ആ ഈശോയുടെ രക്തം അതേപടി ഒഴുകിയിറങ്ങാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ നിമ്മി പ്രധാനമായിട്ടും പറയുന്നത് പ്രാർത്ഥനയിലൂടെ അവനെ നേടണം. അതുപോലെ തന്നെ അപ്പനും കൂടെ കൗൺസിലിംഗ്, ധ്യാനം മുതലായതിൽ പങ്കെടുക്കണം എന്നുള്ള ആശയങ്ങളാണ് നിമ്മിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. ടോമിൻസൺ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ അപ്പൻ അത്രയേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. ഇന്നിപ്പം നിമ്മി പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് ഓപ്പണായിട്ട് വെച്ച് കൊടുത്തില്ലേ പോലും എല്ലാവരുടെയും ഇതിനകത്തുണ്ട്, മൊബൈലിനകത്തുണ്ട്. അപ്പം പിന്നെ അങ്ങനെയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം പിന്നെ വീട്ടിൽ നെറ്റില്ലെങ്കിൽ പോലും കിട്ടും. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നിയന്ത്രണം എളുപ്പമല്ല. പിന്നെ മോനോട് അപ്പൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഏതെങ്കിലും സമയത്ത് സാഹചര്യത്തിൽ മോനെ വിളിച്ചെടുത്ത് ഞാൻ എങ്ങനെയാ അവനോട് ഈ കാര്യം പറയുന്നത് എന്നത് പല പേരൻസിൻ്റെയും ഒരു ഒരു ഡെലിക്കസിയാണ്. അത് മാറ്റി വെച്ചിട്ട് മോനെ അങ്ങനെയല്ല, ഇതിനകത്ത് ഇന്ന ഭവിഷ്യത്തുണ്ട്, മോൻ അതിൽ നിന്ന് പിന്തിരിയണം എന്നവനെ നിർബന്ധപൂർവ്വം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ ശരിക്കും ഇത് തിന്മയാണ്. സാത്താൻ്റെ സ്വാധീനം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവനെതിരെ പടപൊരുതാൻ ഇറങ്ങുമ്പം കോപ്പ് നമ്മൾ കൂട്ടിയിരിക്കണം, കൈക്കരുത്ത് നമുക്ക് വേണം. അപ്പം പടക്കോപ്പെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, അല്ല വേറൊന്നുമില്ല. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബമായിട്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ശക്തി നേടിക്കൊണ്ട് മോനോട് പറയുകയും അവനെ സമർപ്പിക്കുകയും, അച്ഛൻ പറഞ്ഞതുപോലെ അവനെ ഉപയോഗിക്കുന്ന ഉപകരണത്തെയും അവനെയുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ബലിയർപ്പണത്തിൽ കൊടുക്കുക. അവന് വേണ്ടിയിട്ട് വിശ്വകുർബാനയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അവസരങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാരെ കണ്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. 1, 2, 3 കുർബാന അവന് വേണ്ടിയിട്ട് ചെല്ലിച്ചിട്ട് അവിടെയൊക്കെ നിങ്ങൾ കുടുംബമായിട്ട് പോകാവുന്നിടത്തുള്ള ആളുകൾ പോയി പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. അവൻ്റെ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ആസക്തി, ഇതിലൊക്കെ ഒരു ആസക്തിയാണ്. ആ ആസക്തി കഴുകി അവനെ വെടിപ്പാക്കി വീണ്ടെടുത്ത് തരണം. അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇതിനകത്തൊന്നും രക്ഷപ്പെടുത്താൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ പരിമിതിക്കൊക്കെ അപ്പുറമാണ്. പിന്നെ നിമി പറഞ്ഞതുപോലെ അവൻ എത്ര വയസ്സുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ജോലിക്കൊക്കെ വ്യാപൃതനാകാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തിരക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒത്തിരി ഫ്രീ ടൈം വരുന്നതായി പ്രശ്നം വരുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പോകുന്ന ഒരു പിതാവാണെന്ന് വേണം ഇതിൽ നിന്ന് കാണാൻ. എന്താ പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇത് അറിയത്തില്ല. എൻ്റെ കുഞ്ഞ് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. വളരെ ശ്രദ്ധിക്കുന്നവർക്കേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി എന്നുള്ളത് ഒത്തിരി സന്തോഷം. പക്ഷേ ഇത് അനേക മാതാപിതാക്കൾക്ക് ഒരു വാണിംഗ് കൂടിയാണ്. ഈ പിള്ളേർക്ക് ആവശ്യമില്ലാത്ത വില കൂടിയ മൊബൈലുകൾ മേടിച്ചു കൊടുക്കുമ്പം അതിനകത്തൊക്കെ അപകടം ഇരിപ്പുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. പക്വതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ലാത്തവർക്ക് അതുപോലുള്ള സൗകര്യമുള്ള മൊബൈലുകൾ ആരെ കൊണ്ട് തന്നാലും, നമ്മുടെ വീട്ടിലൊക്കെ ഫോറിനിൽ നിന്ന് വരുന്നവർ ചിലപ്പം കൊണ്ട് തരുന്നതായിരിക്കും, കൊടുക്കാതിരുന്നേക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ മാത്രമുള്ള സൗകര്യമുള്ളത് കൊടുത്തേക്കുക, അങ്ങനെ വേണമെങ്കിൽ. അല്ലാത്ത നെറ്റൊക്കെ എടുക്കാൻ സൗകര്യമുള്ളതോ വാട്സപ്പ് സൗകര്യമുള്ളതോ ആയിട്ടുള്ള മൊബൈലുകൾ കുഞ്ഞുങ്ങളുടെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുന്നതല്ല. അപ്പോൾ പരമാവധി
നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടോംസൺ സൂചിപ്പിച്ചതാണ്. മാതാപിതാക്കൾക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, അവരത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ റോണി ഇവിടെ വളരെ നന്നായിട്ട് ഇടപെടുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അതിനായിട്ട് ശ്രമിക്കുക, വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക. അങ്ങനെ അവനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്ത് മുണ്ടക്കയത്ത് നിന്ന് മോനി എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവിന് എപ്പോഴും തെറി പറയുന്ന സ്വഭാവമാണ്. എത്ര തിരുത്തിയാലും അത് മാറുന്നില്ല. അദ്ദേഹത്തിന് ഹെർണിയ എന്ന രോഗമുണ്ട്. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അപകർഷതാബോധം, ദേഷ്യം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം എന്നിവയുള്ള ആളാണ്. ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവൾ എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയും. അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എന്നോട് സംസാരിക്കുകയോ ഒന്നും ആലോചിക്കുകയോ ചെയ്യാറില്ല. എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും കുറ്റം പറഞ്ഞ് സന്തോഷിക്കും. എൻ്റെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് വരികയുമില്ല. ഇതൊക്കെ ചെയ്താലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോകും. സങ്കടമുണ്ടെങ്കിലും ദൈവത്തെ ഓർത്ത് ഞാൻ അതെല്ലാം ചെയ്യുന്നു. അദ്ദേഹത്തിന് മദ്യപാനമോ പുകവലിയോ മറ്റു ദുശ്ശീലങ്ങളൊന്നുമില്ല. എങ്കിലും കുടുംബത്തിൽ സമാധാനമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കും. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? ഇതിന് ശാലോം ടി വിയിലൂടെ മറുപടി തരണമേ. മോനിയുടെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിൻ്റെ തെറി പറയുന്ന സ്വഭാവം വളരെ മോശമാണ്. എനിക്കതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മത്തായി 12:36 പറയുന്നത് പോലെ അത് വിധിയെപ്പോലും ബാധിക്കുന്നതാണ്. നീ പറയുന്ന വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും എന്നാണ് തിരുവചനം പറയുക. അതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, മോനി തിരുത്താൻ പോകണ്ട. മോനി പല പ്രാവശ്യം തിരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി തിരുത്താൻ പോകണ്ട. പകരം നന്നായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുക, സ്നേഹം കൊണ്ട് നേടുക. പിന്നെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം അദ്ദേഹത്തിന് ഒത്തിരി ഉപകരിക്കും. മോനെ അതിന് സ്നേഹത്തോടെ പ്രേരിപ്പിക്കണം. പക്ഷേ ഇതിന് ഒന്നും പറയണ്ട, ഇതിനു വേണ്ടി അതൊന്നും പറയണ്ട, നമുക്ക് വെറുതെ ഒന്നിച്ച് പോകാം, അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അംഗീകാരം കൊടുത്ത് അത് വാങ്ങണം. കണ്ണാടിയിൽ ചിരിക്കുന്ന മുഖം കിട്ടണമെങ്കിൽ ചിരിക്കണമെന്ന് പറയുന്ന പോലെ അംഗീകാരം കൊടുത്തു വാങ്ങുക. അങ്ങോട്ട് അംഗീകാരം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും അത് ലഭിക്കും. ഒരു ഭാര്യയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും നന്നല്ല. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, മോനിയുടെ ഭർത്താവ് ഇത് കേൾക്കണമെന്നില്ലല്ലോ. അത് ഒരിക്കലും നല്ലതല്ല. ഭാര്യയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗം അവരുടെ ബന്ധുക്കളെയൊക്കെ സ്നേഹിക്കുക. അവരെ കുറ്റപ്പെടുത്തുക, അവരുടെ വളർത്തലിൻ്റെ കുഴപ്പമാണെന്ന് പറയുക, അതൊരിക്കലും നല്ലതല്ല. പൊതുവായിട്ട് അത് എല്ലാവരോടും പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ചില ഭർത്താക്കന്മാരത് ചെയ്യാറുണ്ട്. അതൊരിക്കലും നന്നല്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ ബന്ധുക്കളും അത്ര നല്ലതൊന്നും അല്ല എന്നൊക്കെ ഒന്ന് കൊണ്ടുവരാനുള്ള ഒരു ഭാവമാണ്. അത് കുടുംബത്തിൽ നന്മയായിട്ട് ഭവിക്കുകയില്ലെന്ന് ഉറപ്പാണ്. ജീവിത പങ്കാളിയെ നഷ്ടപ്പെടാനേ അത് ഉപകരിക്കത്തു. തിരിച്ചു സ്നേഹം കിട്ടാതെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് മോനോട് പറയാനുള്ളതാണ്, തിരിഞ്ഞോട്ട് സ്നേഹം കിട്ടരുത്, പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ബന്ധുക്കളുടേതിന് അദ്ദേഹം വരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടേതിന് പോകുന്നത് മോന് ചെയ്യുന്നുണ്ട് എന്ന് കത്തിൽ കണ്ടു. വളരെ നല്ലതാണ്. മോനെ ഞാനതിനെ അഭിനന്ദിക്കുകയാണ്. അതാണ് ഈശോ ശരിക്കും കാണിച്ച സ്നേഹം. ലൂക്കായുടെ സുവിശേഷം 6:35 പറയുന്നുണ്ട്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും എന്നാണ് വചനം പറയുക. ഇങ്ങോട്ട് കിട്ടാതെ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിപ്പോൾ മോന് ചെയ്യുന്നുണ്ട്, അത് ഞാൻ അഭിനന്ദിക്കുന്നു. ആ ലൈനിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് കുറ്റപ്പെടുത്തുമ്പോഴും ഒന്നും തിരിച്ചു പറയണ്ട. അയാൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളൊന്നും തിരിച്ചു പറയണ്ട. കുറേ കഴിയുമ്പം ബോധ്യം വന്നോളും. അങ്ങനെ മോനിയുടെ സ്നേഹം കൊണ്ട് ഭർത്താവിനെ നേടുക, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 3:1-2 വരെ വാക്യങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ പെരുമാറ്റം വഴിയായി അയാളെ വിശുദ്ധീകരിച്ചെടുക്കണം. അതിനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ടോമിച്ചിൻ്റെ അഭിപ്രായം എന്താണ് ഇതേപ്പറ്റി? തീർച്ചയായിട്ടും ഇത് ഇന്ന് പണ്ടൊക്കെ ഈ വീട്ടിൽ തെറി പറയുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് പൊതുവെ കുറവാണ്. കുറേ കൂടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എന്നാലും ഈ ചീത്തവിളി ഇതിപ്പം ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നവർ വല്ലതുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നടന്നു പോകുമ്പോഴൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങ് ചീത്ത വിളിക്കുന്നത്. ആ ഒരു അതൊരു കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തിരുത്തേണ്ട കാലഘട്ടമാണ്. എനിക്കിതിനകത്ത് മറ്റൊരു തീർച്ചയായിട്ടും സഹോദരി ഇതിനകത്ത് ഇത് എഴുതിയതും ആ വേദനയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. എങ്കിലും എനിക്കതിനകത്ത് സഹോദരിയോടൊന്ന് ചോദിക്കാനുള്ളത്, ഇദ്ദേഹം ഇപ്പം എഴുതിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അപകർഷതാബോധമുള്ള ആളാണ്, ഒരു ഭയമുള്ള ആളാണ്. ഓപ്പറേഷനെ പറ്റിയൊക്കെ ഇരണ്യയുടെ ഓപ്പറേഷനൊക്കെ അങ്ങേർക്ക് ഭയമാണെന്ന് പറഞ്ഞപ്പം ഒരു ആണുങ്ങളുടെ ഒരു ചങ്കൂറ്റമുള്ള ആളല്ല, ഒരു പാവം മനുഷ്യനാണ് എന്ന് വേണം ഇതിനകത്തുനിന്ന് കാണാനായിട്ട്. അപ്പം അതിൻ്റെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇവിടെ നിങ്ങൾ എപ്പോഴും സഹോദരിയുടെ വീട്ടുകാരെ പറ്റി പൊക്കി പറയുകയും അങ്ങനെ ഇനി മറ്റേ ഇവരുടെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ കയ്യിലിച്ചൂടെ മെച്ചപ്പെട്ടവരാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒന്ന് കുറ്റപ്പെടുത്താൻ അച്ഛൻ പറഞ്ഞുള്ള ഒരു പ്രവണത ഉണ്ടാകാം. അപ്പം അവിടെ സഹോദരി നിങ്ങളുടെ വീട്ടുകാരെ പറ്റി വലുതായിട്ട് ഇങ്ങനോട് പറയാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ ഇതിനിങ്ങനെ അപകീർത്തിപ്പെടുത്താനായിട്ടൊരു കാരണം ചിലപ്പോൾ അതാകാം. അപ്പം അപകർഷതാബോധം ഇദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ അത് ജന്മന ആയിരിക്കും, നമുക്കതറിയില്ല. ജന്മന ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈശോയ്ക്കേ പറ്റത്തുള്ളൂ, നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികളുടെ പരിണത ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തിരുത്തിയിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ടല്ലാതെ ഇതിനെ കീഴടക്കാൻ പറ്റില്ല. സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുത്ത് മദ്യപാനമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഈ തെറി പറയുന്ന വിലയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ. അപ്പം പിന്നെ ഈ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അത് സാവകാശം അതിനെ കീഴടക്കി എടുക്കണം. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നീ ഒന്നിനും കൊള്ളുകയില്ലാത്തവളാണ് എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൽ നിന്നാകണമെന്നില്ല. അവളെ ഒന്ന് താത്തി കെട്ടണം, അവൾ എൻ്റെ മേളിൽ എന്നെ എന്ന് ഒരു കാഴ്ചപ്പാട്. ആണുങ്ങൾക്ക് എപ്പോഴും മേൽക്കോയ്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മേൽക്കോയ്മ സഹോദരി എടുക്കാൻ ശ്രമിക്കാതെ അദ്ദേഹത്തിനെ മേൽക്കോയ്മ എല്ലായിടത്തും അദ്ദേഹത്തെ ഒന്ന് പൊക്കി പറഞ്ഞ് മറ്റുള്ളവരുടെ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂടുന്നിടത്തൊക്കെ പുള്ളിക്കാരനെ ഒന്ന് പൊക്കി പറഞ്ഞൊക്കെ പോയാൽ ചിലപ്പോൾ ഇതിനങ്ങ് പരിഹാരമാകും. ഒരു അംഗീകാരം കിട്ടാനുള്ളൊരു ദാഹം അദ്ദേഹത്തിനുണ്ടെന്ന് വേണം ഈ കത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് കൊടുക്കാൻ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കടമപ്പെട്ടിട്ടുണ്ട്. പൗലോസ്ലിയായും പത്രോസ്ലിയായും ഒക്കെ പറയുന്നത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുമെന്നാണ്. വിധേയപ്പെടണം. അവിടെ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പലതും നേടാൻ നമുക്ക് പറ്റും. കുറവുകളോ പോരായ്മകളോ ഉള്ളതായിരിക്കും ഭർത്താവിന്, പക്ഷേ അതൊക്കെ സ്നേഹത്തോടെ നിങ്ങളൊരു മെയ്യല്ലേ, ഒരു മെയ്യ. അപ്പം ഒരു കൈക്ക് ഒരു തളർച്ച ഉണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് താങ്ങി കൊടുത്തേക്കണം. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ അത് പുള്ളിയുടെ കൈ തളർന്നതാണെന്ന് കാണിക്കാതെ നമ്മുടെ കൈ കൊണ്ട് താങ്ങി അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ അവൾ എനിക്ക് വേണ്ടി എത്ര ചെയ്യുന്നു, അവൾ എല്ലാ കാര്യത്തിലും എന്നെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു, സമൂഹമധ്യത്തിൽ എന്നെ അവൾ ഉയർത്തിക്കാട്ടുന്നു എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് വരുമ്പം ഇത് നേരെ കുറയും. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ നിരന്തരം പ്രാർത്ഥിക്കുക, തിരുരക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കാൻ, ആ ദുശീലത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക. രാവിലെയും വൈകിട്ടുമൊക്കെയുള്ള പ്രാർത്ഥനകളിലെ അദ്ദേഹത്തെ കൂടെ പങ്കാളിയാക്കുക, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് തെറി പറച്ചിലൊക്കെ തെറ്റാണെന്നുള്ളൊരു ബോധ്യം വരും. പിന്നെ ധ്യാനം കൂടാനുള്ള അവസരമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് തന്നെ നന്നാക്കാൻ ഞാൻ കൊണ്ടുപോകുക എന്നുള്ള ഭാവമൊന്നും ഇല്ലാതെ സ്നേഹമായിട്ട് എല്ലാവരും കൂടെ പോയി ധ്യാനമൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ മതി. അതിന് പരിഹാരമാണ്. വലിയ ഗൗരവമുള്ള വിഷയം അല്ലത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുക, അത്രയും മതി. തീർച്ചയായിട്ടും ടോൺസൺ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ അംഗീകാരം കൊടുത്ത് സ്നേഹം കൊടുത്ത് അദ്ദേഹത്തെ നേടിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. നിമ്മി എന്ത് പറയുന്നു? എഫെസോസിൻ്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ദുർഭാഷണവും വ്യർത്ഥ ഭാഷണങ്ങളൊക്കെ വെറുക്കുന്ന, അതിന് പകരം നിങ്ങൾ കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കാൻ അതാണ് ഉചിതമെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പം
ഇതുകൊണ്ടൊന്നും പിന്നെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലും 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ നാവിൻ്റെ ഉപയോഗത്തെപ്പറ്റി. അതിനകത്ത് നിങ്ങളുടെ സംസാരത്തിൽ പിഴയ്ക്കാത്തവൻ പരിപൂർണനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അത് ശരീരത്തെ മുഴുവൻ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളൊക്കെ വായിക്കുക. പിന്നെ പുള്ളിക്കാരന് വചനം, ഇപ്പം തെറി പറയുന്ന ആൾക്ക് വചനമൊന്നും വേശാൻ പോകുന്നില്ല. അപ്പം പിള്ളേരെ പ്രത്യേകമായിട്ട് ഈ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം, നിമിക്ക് പ്രധാനമുള്ളത്. അപ്പം ടോമിച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നൊരു മേൽക്കോയ്മ ഭാവം വിട്ട് എളിമപ്പെട്ട് അദ്ദേഹം ഒന്ന് പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഇടപെടുമ്പോൾ കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും. അതുപോലെ പ്രാർത്ഥനയിലൂടെ മാറ്റാൻ സാധിക്കും. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം അല്ലേ? നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ഈ 2 കുടുംബത്തെയും അങ്ങ് ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. പ്രത്യേകമായിട്ട് റോണിയുടെ കുടുംബത്തിലെ ആ മകൻ്റെ കാര്യം ഞങ്ങൾ അങ്ങേ ഭരമേൽപ്പിക്കുന്നു. ആ ദുശീലത്തിൽ പൂർണ്ണമായി വിടുതൽ കിട്ടുവാൻ അങ്ങ് ഇടപെട്ടാലേ സാധിക്കൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കുടുംബത്തിലെ മോശമായ വാക്കുകൾ, അതുപോലെ അങ്ങനെയുള്ള ചിന്തകൾ, താഴ്ത്തിക്കെട്ടുകൾ എല്ലാം മാറണമെങ്കിൽ അങ്ങ് ആ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ കുറവുകളെ പരിഹരിക്കണമേ, അങ്ങനെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com